അതായത് ബിഷപ്പിന്റെ അധികാരം വേണം. ഒരു ബിഷപ്പിന്റെ. അപ്പോഴാണ് ഇപ്പോൾ കൊല്ലസ്തുതിയെ അടക്കിയത് ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ. റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിതമായിട്ട് നിർമ്മിച്ച ഒരു സ്വന്തം സഭ രൂപീകരിച്ച സന്തോഷ് പി ചാക്കോ എന്ന അയാളൊരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായിരുന്നു. ആളിപ്പോൾ പൊൻകുന്നം ജയിലിൽ ഇപ്പോൾ ഒരു 3-4 ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട്, ചീറ്റിംഗ് കേസിൽ പിടിക്കപ്പെട്ട്, ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെട്ട് ചിങ്ങവനം പോലീസിൽ നിന്നും കേസെടുത്ത്, കോട്ടയം ചിങ്ങവനം പോലീസിൽ നിന്ന് കേസെടുത്ത് അയാളിപ്പോൾ പൊൻകുന്നം ജയിലിൽ കിടക്കുകയാണ്. ഇത് സുധീയുടെ മരണത്തിന് ശേഷമാണ്. സുധീർ ഇപ്പോൾ ഈ ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരു 2 മാസമായി, 1 മാസം കഴിഞ്ഞിട്ട് 1.5 മാസമായിട്ടുള്ളൂ, ഈ കഴിഞ്ഞ ജൂണിലാണ്. അപ്പോൾ ഈ ബിഷപ്പിന്റെ സമ്മതപ്രകാരമാണ്, ഈ ബിഷപ്പിന്റെ സമ്മതപ്രകാരം കൊല്ലം സുധിയുടെ സഹധർമ്മിണിയും അപ്പനും കൊല്ലം സുധിയുടെ രേണുസുധിയുടെ പിതാവും മാതാവും രേണുസുധി പോയിക്കൊണ്ടിരുന്നത് ഈ സ്വയം പ്രഖ്യാപിത ബിഷപ്പിന്റെ പള്ളിയിലാണ്. സന്തോഷ് പി ചാക്കോയുടെ റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പള്ളിയും സ്വന്തമായി രൂപീകരിച്ച പള്ളി സന്തോഷ് പി ചാക്കോ. ഇതൊരു ഔദ്യോഗികമായി അംഗീകരിച്ച സഭയല്ല, ഒരിക്കലും അല്ല. അത് പൂട്ടി, ആ പള്ളി പൂട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു പള്ളി സീൽ ചെയ്തു. അങ്ങനെ സ്വയമായിട്ട് പുള്ളി തുടങ്ങിയ പള്ളിയാണ്, ആ പള്ളി സീൽ ചെയ്തു. കാരണം ആ പള്ളിയുടെ ബിഷപ്പായിരിക്കുന്ന വ്യക്തി സ്വയമായിട്ട് വന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പല കേസുകളിൽ പിടിക്കപ്പെട്ട് സന്തോഷ് പി ചാക്കോ എന്നാണ് അയാളുടെ പേര്.